നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. മെറാൾഡ ജ്വൽസിന്റെ യുഎയിലെ ആദ്യ സ്റ്റോർ ദുബായ് മീന ബസാറിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. മെറാൾഡ ജ്വൽസിന്റെ സ്വർണം, വജ്രം, രത്നങ്ങൾ, പോൾക്കി, പ്ലാറ്റിനം എന്നിവ ഉൾപ്പെടുന്ന വ്യത്യസ്ത വിഭാഗങ്ങളാൽ വൈവിധ്യമാർന്ന ആഭരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ പാരമ്പര്യവും ആധുനിക സൗന്ദര്യവും ചേർത്ത് നിർമ്മിക്കുന്ന മികച്ച ആഭരണങ്ങളാണ് മെറാൾഡയുടെ പ്രത്യേകത. 2019 കോഴിക്കോട് തുടങ്ങിയ മെറാൾഡയ്ക്ക് ഇപ്പോൾ കൊച്ചി, കണ്ണൂർ, മാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട്. ദുബായ് മിന ബസാറിൽ സ്റ്റോർ മെറാൾഡയുടെ ആദ്യ രാജ്യാന്തര സ്റ്റോറാണെന്ന് മെറാൾഡ ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ജസീൽ മുഹമ്മദ് പറഞ്ഞു. ദുബായ് ബർഷ, ലുലു ഹൈപ്പർ മാർക്കറ്റിലും അബുദാബിയിലും പുതിയ സ്റ്റോറുകൾ ഉടൻ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബോളിവുഡ് താരം മൃണാൽ താക്കൂറാണ് മെറാൾഡയുടെ ബ്രാൻഡ് അംബാസഡർ. ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ജലീൽ എടത്തിൽ, MA അഷ്റഫ് അലി, ഷംസീർ വയലിൽ, ആസാദ് മൂപ്പൻ, ഡയറക്ടർ സെബ മൂപ്പൻ, ഡോക്ടർ KP ഹുസൈൻ, ഷംസുദ്ദീൻ ബിൻ മുഹയുദ്ദീൻ കൂടാതെ കേരളത്തിലെയും UAEയിലെയും നിരവധി പ്രമുഖ വ്യവസായികളും ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു. വമ്പൻ മാറ്റങ്ങളുമായി വാട്സ്ആപ്പ് വീണ്ടും. ഇനി ചാറ്റിംഗ്, ടൈപ്പിംഗ് വേണ്ട കുത്തുകൾ മാത്രം മതി. ഉപയോക്താക്കളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നതിൽ വാട്സ്ആപ്പ് ഒരു പിടി മുന്നിലാണ്. ഫീച്ചറുകളുടെ മികച്ച അനുഭവം ഉപയോക്താക്കൾക്ക് നൽകാൻ വാട്സ്ആപ്പ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാട്സ്ആപ്പ് പുറത്തിറക്കുന്ന പല ഫീച്ചറുകളും ജനപ്രീതിയിൽ ഒന്നാമതെത്തുന്നത്. അടുത്തിടെ ആപ്പ് പുറത്തിറക്കിയ കമ്മ്യൂണിറ്റി ഫീച്ചർ, ചാനൽ, മെറ്റ, AI തുടങ്ങിയവയെല്ലാം ഒന്നിനൊന്നിന് മികച്ചതായിരുന്നു. ഇപ്പോഴിതാ ചാറ്റിംഗ് സെക്ഷനിൽ പുതിയ മാറ്റം കൊണ്ടുവരാനാണ് വാട്സ്ആപ്പ് ശ്രമിക്കുന്നത്. ചാറ്റ് ബാറിന് മുകളിലുള്ള ടൈപ്പിംഗ് ഇൻഡിക്കേറ്ററിലാണ് പുതിയ മാറ്റം വരുന്നത്. നമ്മളുമായി ചാറ്റ് ചെയ്യുന്ന വ്യക്തി മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പിംഗ് എന്ന ഇൻഡിക്കേറ്റർ ആയിരുന്നു ഇതുവരെ ദൃശ്യമായിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ ആ സ്ഥാനത്ത് 3 കുത്തുകളാകും പ്രത്യക്ഷമാകുക. ഇൻസ്റ്റാഗ്രാമിന് സമാനമായാണ് ഈ മാറ്റം. UAEയിൽ ജനിച്ച് നിയമലംഘകരായി തുടരുന്നവർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താനുള്ള നടപടിക്രമത്തിൽ വ്യക്തത വരുത്തി അധികൃതർ. ഇവർക്ക് പിഴ കൂടാതെ താമസം നിയമവിധേയമാക്കുകയോ രാജ്യം വിടുകയോ ചെയ്യാമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അഥവാ ICP വിശദീകരിച്ചു. പൊതുമാപ്പിൽ രാജ്യം വിടുന്നവർക്കായി ഏകീകൃത നമ്പർ സൃഷ്ടിക്കും. പൊതുമാപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള താൽക്കാലിക UID നമ്പറാണിത്. ഈ നമ്പർ വെച്ചാണ് അപേക്ഷയിൽ തുടർ നടപടി സ്വീകരിക്കുക. പിഴയിൽ ഇളവിന് അപേക്ഷിക്കുന്നതിനും രാജ്യം വിടാനുള്ള എക്സിറ്റ് പാസ് ലഭിക്കുന്നതിനും താമസം നിയമവിധേയമാക്കി UAEയിൽ തുടരുന്നതിനും ഇത് അനിവാര്യമാണെന്ന് പൊതുമാപ്പ് അവസാനിപ്പിക്കാൻ ഇനി 3 ആഴ്ച മാത്രമാണ് ഉള്ളതെന്നും നിയമലംഘകർ എത്രയും വേഗം അവസരം പ്രയോജനപ്പെടുത്തുമെന്നും ICP അറിയിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന് അണുബാധ. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സയീദ് രാജാവിന് ആരോഗ്യ പരിശോധനകൾ തുടരുന്നു. തൊണ്ടയിലെ അണുബാധയെ തുടർന്ന് കൊട്ടാരത്തിലെ ആശുപത്രിയിലാണ് ചികിത്സ. സൗദി റോയൽ കോർട്ടാണ് വിവരങ്ങൾ അറിയിച്ചത്. അണുബാധയെ തുടർന്ന് 1 മാസം മുന്നേയും രാജാവിനെ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. 88-കാരനായ സൽമാൻ രാജാവ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുത്തിരുന്നു. ബഹിരാകാശം യാത്രികർക്ക് ഭക്ഷണത്തിനായി ചിഹ്നഗ്രഹത്തിലെ പാറകളും. പുതിയ നിർദ്ദേശവുമായി ശാസ്ത്രജ്ഞർ. ദീർഘകാലത്തേക്ക് ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രികർക്ക് എങ്ങനെ തടസ്സമില്ലാതെ പോഷകാഹാരം ഉറപ്പാക്കും? അതിനായി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ബഹിരാകാശ യാത്രികർക്ക് പോഷകാഹാരത്തിനായി ചിഹ്നഗ്രഹത്തെ ഉപയോഗിക്കുമെന്നാണ് പുതിയ നിർദ്ദേശം. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ആസ്ട്രോ ബയോളജിക്കൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത്തരത്തിലൊന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശൂന്യാകാശത്തോടു കൂടി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും വലിപ്പമില്ലാതെ എന്നാൽ ഉൽക്കകളോളം വലുതായ വസ്തുക്കളെയുമാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ബഹിരാകാശ യാത്രികർ ചിഹ്നഗ്രഹങ്ങളിലെ പാറകളും മണ്ണും കഴിക്കണമെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ബഹിരാകാശത്തെ പാറകളിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായ തരത്തിൽ കാർബണിനെ വേർതിരിച്ചെടുക്കുക എന്നതാണ് നിർദ്ദേശം. ചർച്ച് ഓഫ് ഗോഡ് UAE മീഡിയ അവതരിപ്പിക്കുന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ ഷാർജ വർഷിപ്പ് സെന്റർ മെയിൻ ഹാളിൽ വെച്ച് ഈ മാസം 19 നടക്കും. 3 മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വേദി പ്രദാനം ചെയ്യുന്നതാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനത്തിന് പുറമെ മറ്റു ശാസ്ത്ര സാങ്കേതിക കലാസൃഷ്ടികളുടെ തത്സമയ പ്രദർശനത്തിനുമാണ് വേദി ഒരുക്കിയിരിക്കുന്നത്. യുവ മനസ്സുകളിൽ സർഗാത്മകത, ഭാവന, പുതുമ എന്നിവ വളർത്തുകയാണ് ലക്ഷ്യം. പാഴ്വസ്തുക്കളിൽ നിന്നും പുനരുപയോഗത്തിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ആകർഷക ഇനങ്ങളും പ്രദർശന വേദിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 05570244410 അല്ലെങ്കിൽ 0506334 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. Thank you.